ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുവാനായിട്ടാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ദി ഗവൺമെന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ടു എക്സർസൈസ് ദി പവർ ആൻഡ് ഡിസ്ചാർജ് ദി ഫംഗ്ഷൻ കൺഫേർഡ് ഓൺ ദി ട്രിബ്യൂണൽ അണ്ടർ ദി ആക്ട്. നമുക്കറിയാം, നമ്മുടെ കോപ്പറേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ട്രിബ്യൂണലിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ് താഴെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക, സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ്. നമുക്കറിയാം, പ്രീവിയസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ട്രിബ്യൂണൽ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്? സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഹി ഹാസ് ബീൻ ഹോൾഡിംഗ് ദി പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദി സ്റ്റേറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹി ഹാസ് ബീൻ ഹോൾഡിംഗ് ദി പോസ്റ്റ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൂന്നാമത്, ഹി ഹാസ് ബീൻ ഹോൾഡിംഗ് ദി പോസ്റ്റ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. എന്നൊക്കെ ഓപ്ഷൻസ് നോക്കാം. ഓൾ ഓഫ് ദീസ്, ഓപ്ഷൻ ബി ഓൺലി വൺ, ഓപ്ഷൻ സി ഓൺലി 1 and 2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ അറിയാം അല്ലെ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓൺലി 1 ആയിരിക്കും. ഹി ഹാസ് ബീൻ ഹോൾഡിംഗ് ദി പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജ് ആയിരുന്ന ഒരാളായിരിക്കും നമ്മുടെ ട്രിബ്യൂണൽ ആയിട്ട് വരിക അല്ലെ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1 ആയിരിക്കും. ഓപ്ഷൻ ബി ഓൺലി 1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സെക്ഷൻ 87 ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത്. 1969 KCS ആക്ടിന്റെ സെക്ഷൻ 87 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പീൽ ടു ട്രിബ്യൂണൽ, ഓപ്ഷൻ ബി റിവിഷൻ ബൈ ട്രിബ്യൂണൽ, ഓപ്ഷൻ സി റിവ്യൂ ഓഫ് ഓർഡർ ബൈ ട്രിബ്യൂണൽ, ഓപ്ഷൻ ഡി പവേഴ്സ് ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്. നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും പ്രീവിയസ് നമുക്ക് വന്നിട്ടുള്ളതാണ്. അതിന്റെ സെക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രീവിയസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ 87ാമത്തെ സെക്ഷൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഏതാണ്? പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ് ആണ് സെക്ഷൻ 87 പറയുന്നത്. എന്താണ്? പവേഴ്സ് ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ് ആണ് നമ്മുടെ സെക്ഷൻ 87 പറയുന്നത്. അപ്പൊ 82ലാണ് എന്ത് പറയുന്നത്? അപ്പീൽ ടു ട്രിബ്യൂണൽ പറയുന്നത് സെക്ഷൻ 82ലാണ്. അടുത്ത റിവിഷൻ ബൈ ട്രിബ്യൂണൽ എവിടെയാണ്? 84 റിവ്യൂ ഓഫ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ റിവ്യൂ ഓർഡർ ബൈ ട്രിബ്യൂണൽ സെക്ഷൻ 85. ഈ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സെക്ഷൻ 86 എന്താണ് പറയുന്നത്? ഇൻട്രോലൊക്കേറ്ററി ഓർഡർ അല്ലെ? ഇൻട്രോലൊക്കേറ്ററി ഓർഡറിനെ കുറിച്ചാണ് സെക്ഷൻ 86 പറയുന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. CACB ഒരുപാട് വട്ടം പ്രീവിയസ് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് ട്രിബ്യൂണൽ? ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രിബ്യൂണൽ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 81. സെക്ഷൻ 81ലാണ് ട്രിബ്യൂണലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി സാലറി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ ഷാൽ ബി ഡിസൈഡഡ് ബൈ ദി രജിസ്ട്രാർ. അതായത് ട്രിബ്യൂണലിലെ മെമ്പേഴ്സിന്റെ സാലറി നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ആണെന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദി സ്റ്റാഫ് ഓഫ് ദി ട്രിബ്യൂണൽ മേ ബി ഫിക്സഡ് ബൈ ഗവൺമെന്റ്. അതായത് ട്രിബ്യൂണലിലെ സ്റ്റാഫിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 3 only. നമ്മുടെ ആൻസർ ഏതാണ്? 3 only ആണ് അല്ലെ? നമ്മുടെ ആൻസർ 3 only ആണ്. എന്തുകൊണ്ടാണ് 3 only വരാൻ കാരണം? നമുക്കറിയാം, സെക്ഷൻ 81 എന്താണ്? ട്രിബ്യൂണൽ ആണ്. പക്ഷെ ട്രിബ്യൂണലിനെ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? KCS ആക്ട് സെക്ഷൻ 2 അല്ലെ ഡെഫിനിഷൻസ് വരുന്നത്. സെക്ഷൻ 2 നമ്മൾ ഡെഫിനിഷൻസ് വരുന്നത്. അതിൽ തന്നെ ട്രിബ്യൂണൽ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? 2T T ഫോർ ട്രിബ്യൂണൽ അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദി സാലറി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ ഷാൽ ബി ഡിസൈഡഡ് ബൈ രജിസ്ട്രാർ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ദി സ്റ്റാഫ് ഓഫ് ദി ട്രിബ്യൂണൽ മേ ബി ഫിക്സഡ് ബൈ ഗവൺമെന്റ്. അതായത് ട്രിബ്യൂണലിലെ സ്റ്റാഫിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണെന്ന് പറയുന്നു. അപ്പം ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ആർ ദി മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ? നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയന്റെ മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്നാണ് ചോദ്യം.
നമുക്ക് ഓപ്ഷൻ നോക്കാം. അഫിലിയേഷൻ ഫീസ്, രണ്ടാമത്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, മൂന്നാമത്തെ ഗ്രാന്റ് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ്, നാലാമത്തെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ചോദ്യം എന്താണ്? മെയിൻ സോഴ്സസ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, നമ്മുടെ SCU അല്ലെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 2 and 4, ഓപ്ഷൻ സി ഓൺലി 1, 2 and 3, ഓപ്ഷൻ ഡി ഓൺലി 1 and 3 അല്ലെ. ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഫണ്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? അഫിലിയേഷൻ ഫീസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലോട്ട് അഫിലിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീസ് കിട്ടും. ആ അഫിലിയേഷൻ ഫീസ് എന്താണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടാണ്. രണ്ടാമത് ഇതെന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഒരു ഫണ്ടാണ്. അടുത്ത ഗ്രാന്റ് ഫ്രം ദി ഗവൺമെന്റ്. ഗ്രാന്റ് ഫ്രം ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഒരു ഫണ്ടാണ്. എന്നാൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്തല്ല? ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഒരു മേജർ സോഴ്സ് ഓഫ് ഫണ്ട് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓൺലി 1, 2 and 3. നാലാമത്തത് നമ്മുടെ എന്തല്ല? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മേജർ സോഴ്സ് ഓഫ് ഫണ്ട് അല്ല. അപ്പൊ നമുക്ക് എക്സാമിന് നമ്മളൊരു സിലബസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിലബസ് മനസ്സിലാക്കിയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നമുക്ക് A to Z പഠിക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം തുടക്കക്കാർക്ക് പോലും നമുക്ക് കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ വരുന്ന എക്സാം നമുക്ക് മാക്സിമം മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി ഉറപ്പാക്കുവാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ബാച്ച് ബിഗിനേഴ്സ് ബാച്ച്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെയുണ്ട്? ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡർ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ് ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട PDF നോട്ടുകൾ, സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ PDF അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കുവാനായിട്ട് പറ്റും. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അപ്പം ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഒരു ഓഫർ ഉണ്ട്. നമുക്ക് 25% ഡിസ്കൗണ്ട്, 25% ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക? നിങ്ങൾ വേഗം അഡ്മിഷൻ എടുത്തോളൂ. അഡ്മിഷൻ എടുക്കേണ്ട നമ്പർ നമ്മളിവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഫോമുകൾ തന്നിട്ടുണ്ട്, ഫോം നമ്പറുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം. നോട്ടീസ് ഓഫ് പ്രിലിമിനറി ഹിയറിംഗ്, ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ, ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ, ആപ്ലിക്കേഷൻ ഫോർ റിസ്റ്റോറേഷൻ, ആപ്ലിക്കേഷൻ ഫോർ ഇന്റർലൊക്കേറ്ററി ഓർഡർ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻ എയിൽ 23 ഉണ്ട്, ഓപ്ഷൻ ബി 24 ഉണ്ട്, ഓപ്ഷൻ സി 18 ഉണ്ട്, ഓപ്ഷൻ ഡി 22 ഉണ്ട്, ഓപ്ഷൻ ഇ 28 ഉണ്ട്. ഇത് ഫോം നമ്പറുകളാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ ABCD. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റഡി നോട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വരുന്ന എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്തുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്